വിഷയം ചികിത്സ അല്ലെങ്കിൽ ആരോഗ്യരംഗം, സാമ്പത്തിക പരിരക്ഷയാണ്. പങ്കെടുക്കുന്നവരോട് ഒരു ചോദ്യം ആദ്യം തന്നെ, ഞാൻ ഈ ചികിത്സയും ആരോഗ്യ പരിരക്ഷയും സാമ്പത്തിക പരിരക്ഷയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നിങ്ങൾക്ക് സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം പേർക്ക് അറിയാം? അല്ലെങ്കിൽ അത് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് മനസ്സിലാക്കിയ എത്ര പേരുണ്ട്? ഭംഗിയായിട്ട് സാമ്പത്തിക ഫിനാൻഷ്യൽ മാനേജ് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇതിന് ഉത്തരം പറയണ്ട, പക്ഷെ നിങ്ങളൊന്ന് സ്വയം റിഫ്ലക്റ്റ് ചെയ്താൽ മതി, ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി. നമ്മൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കുറവാണ്. സാമ്പത്തിക സാക്ഷരതയുടെ കുറവാണ് പ്രധാന പ്രശ്നം. നമുക്ക് നിക്ഷേപിക്കാൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു ശരാശരി ടിപ്പിക്കൽ മലയാളി ഈസ് നോട്ട് യൂസിങ് ഇറ്റ്. നമ്മൾക്ക് ഏറ്റവും വലിയ റിട്ടേൺസ് തരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്, അതായത് ഓഹരി മൂലധന വിപണിയാണ്. ഇതിൽ എത്ര പേര് മൂലധന വിപണിയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കേണ്ടത് എനിക്കറിയില്ല. എങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിക്കലി ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണി. അതൊരു വശം. അപ്പൊ നിക്ഷേപത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. എൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്യട്ടെ. ശരി സാർ. ഓക്കെ, നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാട്ടോ. ഇത് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, ഒരു ചോദ്യോത്തരം വേള അവസാന നിമിഷത്തിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് മോഡറേറ്ററുടെ ഡിസിഷന് ഞാൻ വിടുന്നു. ബേസിക്കലി ഇതൊരു പ്രസന്റേഷൻ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സത്സംഗീല പ്രഭാഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഞാൻ. എങ്കിൽ കൂടെ അതിൻ്റെ സ്ലൈഡ്സ് ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം. ഇതൊക്കെ ഞാൻ എന്താണെന്നുള്ളതാണ്. ഞാനൊരു കരിയർ കൗൺസിലറും കൂടിയാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാർഗദർശനം നൽകാൻ, സപ്പോർട്ട് നൽകാനും എനിക്ക് സാധിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ, കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അത് വേണമെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് സഹായിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ സ്വന്തം മകളുടെ ഒരു തെറ്റായ കോഴ്സ് തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ഞാൻ സർട്ടിഫിക്കേഷൻ എടുത്തതാണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇതൊന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ചികിത്സാ രംഗത്തിനെ കുറിച്ചിട്ട് പറയാൻ ഞാൻ തീർച്ചയായിട്ടും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളോ അല്ല. അതേസമയം എനിക്ക് അതിനൊരു ചെറിയ യോഗ്യത ഉള്ളത് എന്താന്ന് വെച്ചാൽ ഞാനൊരു രോഗിയാണ്. അതായത് ഈ ജനുവരി 2-ാം തീയതി എനിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവര്, ബാഡ്മിന്റൺ കളിച്ച് ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ ജിമ്മിലും പോയില്ല, ബാഡ്മിന്റണിലും പോയില്ല, പക്ഷെ ഞാൻ ഒരു ഓൺലൈൻ എക്സസൈസ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഹിറ്റ് എന്ന് പറയും, ഹൈ ഇന്റൻസീവ് ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം. അതായത് നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെസ്റ്റ് പെയിൻ എടുത്തു. ദാറ്റ് വാസ് എ ബ്ലോക്കേജ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു ഓൺ ദ സ്പോട്ടിൽ. ഞാൻ ജഗതിയുടെമാതിരി എമർജൻസിയിൽ പോയി ഞാനിപ്പോൾ ശവാവും എന്ന് പറഞ്ഞ മാതിരിയാണ് പോയത്. ഞാൻ പറഞ്ഞു വന്നത്, അതേസമയം ഞാൻ 2 മാസം മുമ്പാണ് കാർഡിയോ
കാർഡിയാക് സ്റ്റേറ്റസ് റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഓൺലൈൻ എക്സസൈസ് റെജിമിൽ ഞാൻ ചേർന്നത് തന്നെ. ഞാൻ TMT ചെയ്തു, എക്കോ ഡോപ്ലർ ചെയ്തു, കാർഡിയോഗ്രാഫ് ECG ചെയ്തു, എല്ലാം ചെയ്തതാ. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഡോക്ടർ ക്ലീൻ ചിറ്റ് തന്നതാ. പക്ഷെ ഈ എക്സസൈസ് ചെയ്തപ്പോൾ സഡൻലി ഐ ഹാഡ് എ ബ്ലോക്ക്. ആ സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയ, പ്രത്യേകിച്ച് ഒരു എമർജൻസി ഈവൻറ്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്താ സംഭവിക്കുക? അവർ നമ്മളെ കൊന്ന് കൊല വിളിക്കും. ദേ മേക്ക് യു എ പേഷ്യൻറ്റ്. അപ്പോൾ പക്ഷെ ഈ കാര്യത്തിൽ ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും ഞാൻ സർവൈവ് ചെയ്യണം ചെയ്തത്, എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ കോസ്റ്റ് വന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. 2-3 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന്. നോക്കൂ, ഇവിടെയാണ് നമ്മൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യം വരുന്നത്. ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആകെ ആവശ്യമുള്ള 2 പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഒരു നിക്ഷേപമല്ല ഇൻഷുറൻസ്. പക്ഷെ ഇൻഷുറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു മോശം സാഹചര്യത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു നിസ്സാര തുകയിൽ നമ്മളും ആ ഇൻഷുറൻസ് കമ്പനി തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. 2 ഇൻഷുറൻസേ നമുക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ളൂ. ഒന്ന്, ഒരു ടേം ഇൻഷുറൻസ് നിങ്ങളുടെ ജീവിതത്തിനെ കവർ ചെയ്യുക. നിങ്ങൾ ഗൃഹനാഥനോ ഗൃഹനായികയോ ആരാ ബ്രെഡ് വിന്നർ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. അതൊരു 80 വയസ്സ് വരെയുള്ള കവറേജ് മതി, 100 വയസ്സ് വരെയൊന്നും വേണ്ട. മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ആ മൊമെന്റിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവൻ തന്നെ പൈസ ഇല്ലായിരുന്നു അല്ല, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പുറത്ത് നിൽക്കുന്നവരാണ് കൂടുതൽ സ്ട്രെസ് ആവുക. രോഗിയെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ICUവിൽ കിടക്കുകയാണോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഞങ്ങൾ എവിടുന്ന് പൈസ ഉണ്ടാക്കുന്ന പുറത്ത് നിൽക്കുന്ന ഈ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നവരുടെ ആദി എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എ മസ്റ്റ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസിന് തമാശയിൽ പറഞ്ഞാലേ, നമ്മൾ ആവശ്യമില്ലാത്തപ്പോൾ വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണത്. അതായത് നമുക്ക് അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഇൽനെസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കേണ്ട, ഏറ്റവും നേരത്തെ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഇവിടെ ഇന്ത്യയിലുള്ള ഒരുവിധമല്ല എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും IRDA, ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി, ഹൈദരാബാദ് ബേസ്ഡ് ഉള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി IRDAയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. IRDA എന്ന് പറഞ്ഞ റിസർവ് ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് പോലെ IRDA ആണ് ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത്. അവരുടെ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ഒക്കെ ഫ്രെയിം വർക്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നിങ്ങൾക്ക് പ്രീമിയം കുറവ്, ഹൈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ടും എടുക്കുക, ഒരു ടേം ഇൻഷുറൻസും നിങ്ങളുടെ ലൈഫിൽ നിർബന്ധമായിട്ടും എടുക്കുക. പലരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ വളരെ ചെറുപ്പമാണ്, എനിക്ക് എന്തിനാ ഇൻഷുറൻസ്, എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന് വൈരുദ്ധ്യം അതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് എടുത്തു വെക്കേണ്ടതാണ് ഇൻഷുറൻസ്. ഈ നിക്ഷേപക ക്ലാസ്സുകളിൽ ഒരു തമാശ പറയും. നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയതാരാ? മണി ഉണ്ടാക്കിയതാരാ? മനുഷ്യനാണ് ഉണ്ടാക്കിക്കണേ. മണി ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ പോയി പ്രാർത്ഥിക്കണത് എങ്ങനെയാ? നാളെ അരി വാങ്ങാനുള്ള പണം വേണേ, ഇത് ദൈവത്തിനോടാണ് ചോദിക്കണേ. അപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയും. അതുമാതിരി ഇതും ഒരു വൈരുദ്ധ്യമാണ്. നമ്മൾ ആവശ്യമില്ലാത്തപ്പോൾ ഇത് വാങ്ങിയിരിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ന്യൂവാൻസസ് പറയാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയാം.
അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഈ പോണ ഡയറക്ഷൻ ഓക്കെ ആണോ, അതോ മൊത്തം നിക്ഷേപത്തിനെ കുറിച്ച് പറയണോ? എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ അതിന്റെ ഡയറക്ഷൻ മാറ്റാം. ആരെങ്കിലും ഒന്ന് സംസാരിക്കാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ സർ. ഓക്കെ, ഐ വിൽ ക്യാരി ഓൺ. ഓക്കെ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താന്ന് വെച്ചാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമുക്കുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് അത് ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. അത് മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ക്ലെയിം വരുമ്പോൾ ഈ കമ്പനികൾ ആ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, പഴയ കാലമല്ല, നമ്മൾ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എനിക്ക് ഡയബറ്റീസ് ഉള്ള വിവരം നമ്മൾ പറയുന്നില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് സ്ഥിരമായി ഡയബറ്റീസിന്റെ മെഡിക്കേഷന്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങുകയും മെഡിക്കമെന്റ് അല്ലെങ്കിൽ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങുകയും സ്ഥിരമായിട്ട് ചെയ്യണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡേറ്റ ഈ കമ്പനികൾക്ക് അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്. നമ്മൾ കേട്ടില്ലേ സ്പ്രിംഗ്ലർ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട്, ഡേറ്റ മോഷ്ടിച്ചു വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഇത്. ഈവൻ നിങ്ങളൊരു മെഡിക്കൽ ടെസ്റ്റിന് പോയിട്ട് നിങ്ങൾ പറയണം എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിക്കണില്ല സാറേ എന്ന് പറഞ്ഞാൽ പോലും അത് ഡോക്ടർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ ആ വിവരം ആക്സസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നെവർ എവർ ഹൈഡ് എനി ഇൽനെസ് ഇൻഫർമേഷൻ ഓൺ യുവർ എക്സിസ്റ്റിംഗ് ഇൽനെസ്. മറ്റൊന്ന്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? എമർജൻസിയാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും സംഭവിച്ചപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ ചെറുപ്പമാണ്, എനിക്ക് പ്രോബ്ലം ഇല്ല എന്നൊക്കെ വിചാരിക്കും. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും കൂടിയാണ് പറഞ്ഞത്. നമുക്ക് എപ്പോഴാ എമർജൻസി വരിക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. നമുക്കറിയാം എക്സ്പെൻസസ്, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാം. ഒരു Tier 1 സിറ്റി, Tier 2 സിറ്റീസിൽ ലൈക്ക് കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കാലിക്കറ്റ് ഒക്കെയാണ് താമസിക്കണേന്ന് അറിയാം. അല്ലെങ്കിൽ സ്മോൾ ടൗൺസ് ലൈക്ക് തൃശ്ശൂർ, തിരുവല്ല, മധുരൈ, കോയമ്പത്തൂർ, മൈസൂരൊക്കെ താമസിക്കുന്നവർക്ക് അതിന്റെ എക്സ്പെൻസസ് അറിയാം. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എ മസ്റ്റ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ലൈഡ് നോക്കണ്ട കേട്ടോ, ഞാനത് ഇൻഷുറൻസിന്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാ. ഇൻഫർമേഷൻ മുഴുവനും കൊടുക്കുക. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കുക ദർ ഇസ് എ വെയിറ്റിംഗ് പീരീഡ് ഓഫ് 30 days. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, ആക്സിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാം 30 days വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു അസുഖം വന്നതിന് ശേഷം ആവരുത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ ഒരു അസുഖങ്ങളും ഇല്ലാത്ത സമയത്ത് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഓക്കെ, 30 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ എടുത്ത ഇൻഷുറൻസ് എഫക്റ്റീവ് ആവുള്ളൂ. ഇത് കൂടാതെ 2 വർഷം വെയിറ്റിംഗ് ഉള്ള ചില അസുഖങ്ങളുണ്ട്. അസുഖങ്ങളല്ല, ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് മെറ്റേർണിറ്റി, ചിലത് ഹെർണിയ, തൈറോയിഡ്, ടോൺസിലിറ്റിസ്, ഫിസ്റ്റുല, പൈൽസ്. ഇതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് സർജറിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വേണ്ട, മരുന്ന് കഴിച്ചും കുറെയൊക്കെ നമുക്ക് നീട്ടിക്കൊണ്ട് പോവാം. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2 years ആണ് സാധാരണ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഷുറൻസ് എന്നതിന് മുമ്പ് അന്വേഷിച്ച് മനസ്സിലാക്കണം കൃത്യമായിട്ട്. ആരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിന് എലിജിബിലിറ്റി എന്നുള്ളതാണ്. 30 വയസ്സുള്ള, ഇപ്പൊ 16 ദിവസം മുതൽ ചില ഇൻഷുറൻസ് കമ്പനികളൊക്കെ കൊടുക്കുന്നുണ്ട്. 16 ദിവസം മുതലുള്ള കുട്ടികൾ മുതൽ, മുമ്പ് 65 വയസ്സായിരുന്നു, ഇപ്പോ സീനിയർ സിറ്റിസൺസിന്, അതിനെ 70 വയസ്സിന് മുകളിലുള്ളവർക്കും ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററുടെ ഒരു സ്കീം വന്നതോടുകൂടി അവര് സീനിയർ സിറ്റിസൺസ് ഇൻഷുറൻസ് ഉണ്ട്. പ്രീമിയം അല്പം കൂടുതലായിരിക്കും.
അപ്പോൾ പണ്ടത്തെ മാതിരി 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടില്ല, അങ്ങനെയില്ല. ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എത്ര വയസ്സായാലും എടുക്കുക. പ്രത്യേകിച്ച് ICICI അങ്ങനെ കുറച്ച് ബാങ്ക്, മണിപ്പാൽ, സിഗ്ന ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ സീനിയർ സിറ്റിസൺസിന് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഓക്കെ. 45 ഇയേഴ്സ് വരെ നമുക്ക് മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾ 45 വയസ്സിന് മുമ്പുള്ളിൽ തന്നെ ചേരുക. 45 വയസ്സിനുള്ളിൽ തന്നെ ചേർന്നാൽ മെഡിക്കൽ ചെക്കപ്പ് ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് നൽകിയതിന് ശേഷമാണ് ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രീമിയത്തിൽ പ്രതിഫലിക്കും. ഓക്കെ. ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ള എൻ്റെ ഒരു സ്ലൈഡാണ് അത്. ഓക്കെ. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ലൈക്ക് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള കുറച്ച് ഡിസീസ്, ക്രോണിക് ഡിസീസസ്, ഇതിന് സാധാരണ ഇൻഷുറൻസ് കമ്പനി 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെയും കവറേജ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യുക. 2 to 4 years ആണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഭൂപയൊക്കെ 2 yearsൽ കൊടുക്കുന്നുണ്ട്. അതേസമയം സ്റ്റാർ 4 years ആണ്, സിഗ്ന 4 years ആണ്, HDFC 4 years ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പലരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എൻ്റെ കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ആവശ്യമില്ല. പക്ഷെ അത് ബുദ്ധിപരമല്ല. നിങ്ങളൊരു ചെറിയ കവറേജിന് ചെറിയൊരു ഇൻഡിവിജ്വൽ പോളിസി എടുത്തു വെച്ചോളൂ. കാരണം നിങ്ങൾ ആ ജോലിയിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ആനുകൂല്യം നഷ്ടപ്പെടും. മാത്രമല്ല ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ആ കമ്പനിയാണ് നിശ്ചയിക്കുന്നത് എത്ര കവറേജ് വേണമെന്നും ഏതൊക്കെ രോഗങ്ങൾക്ക് കവറേജ് വേണമെന്നും തീരുമാനിക്കുന്നത് ആ കമ്പനിയാണ്. കമ്പനി പ്രീമിയത്തിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ആ കമ്പനി ഒരു പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്. അതൊന്നും അവർ ചിലപ്പോൾ കവർ ചെയ്തോളണമെന്നില്ല. ഓക്കെ. എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ്? നിങ്ങൾക്കൊക്കെ അറിവുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറയാം. ഹാർട്ട് റിലേറ്റഡ്, സ്ട്രോക്ക്, ബൈപ്പാസ് സർജറി, എന്താ പറയുക, അങ്ങനത്തെ റിലേറ്റഡ് ഓൾ ഡിസീസസ്, പിന്നെ ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, കിഡ്നി, അൽഷെയ്മേഴ്സ്, പാർക്കിൻസൺസ്, പാരാലിസിസ്, ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ കവർ ചെയ്യുന്നത് ഒരു പക്ഷേ ഈ കമ്പനി അവോയ്ഡ് ചെയ്യും. കാരണം അതിനാണ് പ്രീമിയം കൂടുതൽ വരിക. അപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ആരെങ്കിലും മെമ്പർ ആണെങ്കിൽ കൂടെ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു പോളിസി എടുത്തു വെക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐഡിയൽ ഈസ്. ഓക്കെ. ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ ടോപ്പപ്പിനെ കുറിച്ചിട്ട് പിന്നീട് പറയാം കേട്ടോ. നമ്മൾ എങ്ങനെ എടുക്കണം? ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഫാമിലി ഫ്ലോട്ടർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ എടുക്കണോ അതോ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണോ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ 25 വയസ്സ് കഴിഞ്ഞ് 24 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ഫാമിലി ഫ്ലോട്ടർ ആവില്ല അത്. മിക്കവാറും ഇൻഷുറൻസ് കമ്പനികൾ പറയും അവർക്ക് സെപ്പറേറ്റ് പോളിസി ഇഷ്യൂ ചെയ്യണം എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ഒരു 40 വയസ്സുള്ള 40കളിലുള്ള അച്ഛനും അമ്മയും ഒരു 12-13 വയസ്സുള്ള കുട്ടി ഒരു ഇതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫാമിലി ഫ്ലോട്ടർ ആയിരിക്കും നല്ലത്. അതേസമയം ഈ 40 വയസ്സുകാരുടെ അച്ഛനെയോ അമ്മയോ ഉൾപ്പെടുത്തണമെങ്കിൽ അവർ 60-70 ഒക്കെ ആയിരിക്കും. അവരുടെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഏറ്റവും മുതിർന്ന ആളുടെ വയസ്സിനനുസരിച്ചിട്ടായിരിക്കും ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടാവുക. അവരുടെ ചെലവ്, അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ആയിട്ട് ക്ലെയിം സെറ്റിൽ ചെയ്താൽ നമുക്ക് നോ ക്ലെയിം ബോണസ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ലഭിക്കില്ല. അപ്പൊ ഐഡിയലി എന്ത് ചെയ്യണം? അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസി എടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അവര് ഫാമിലി ഫ്ലോട്ടറിലേക്ക് മുതിർന്നവരാണെങ്കിൽ 60 ഇയേഴ്സിനോ അല്ലെങ്കിൽ 55 ഇയേഴ്സിനൊക്കെ ശേഷം ഉള്ളവരാണെങ്കിൽ കഴിയുന്നതും
സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുക. ഇനി എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചോളൂ. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അസുഖം വരും, 60 കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് വരും. ആ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ നിന്നും നിങ്ങളുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കൂടെ ഇൻഷുറൻസ് പോളിസി അവർക്ക് ഇല്ലെങ്കിൽ കൂടെ എടുത്തു വെക്കുക. നിങ്ങളൊരു 70s-ലും 60s-ലൊക്കെ അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ ഈ ഇൻഷുറൻസ് കവറേജിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നിർബന്ധമായിട്ടും അത് ചെയ്യുക. അച്ഛൻ വയസ്സായാലും ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല, ഇൻഷുറൻസ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണ വേണ്ട. ചെറുപ്പക്കാർ നിർബന്ധമായിട്ടും അവരുടെ പേരൻസിന്റെ പേരിൽ എടുത്തു വെക്കുക. ഇനി നമുക്ക്, അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയണു, മുതിർന്നവരുണ്ടെങ്കിൽ 60 എബവ് ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് പോളിസി, ഇൻഡിവിജ്വൽ പോളിസി എടുക്കുക. ഫാമിലി ഫ്ലോട്ടറിൽ ഉൾപ്പെടുത്താതിരിക്കുക. 2 കാരണങ്ങളാണ്. ഒന്ന്, ആ പ്രീമിയം നിശ്ചയിക്കുന്നത് അവരുടെ വയസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മറ്റൊന്ന്, നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ ഇവർക്ക് എന്തെങ്കിലും ചികിത്സ വന്ന് ക്ലെയിം സെറ്റിൽ ചെയ്താൽ മൊത്തം ആളുകൾക്കും ആ ഫീച്ചർ ലഭിക്കാതെ വരും. നോ ക്ലെയിം ബോണസ് ഇല്ലാതെ വരും. ഓക്കെ. മറ്റൊന്ന്, അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം എന്താന്ന് വെച്ചാൽ എത്ര കവറേജ് വേണം. നമ്മളൊരു തമ്പ് റൂൾ പറയുക. എത്ര കവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നിങ്ങളൊരു ഹാർട്ട് അറ്റാക്കിനാണ് പോണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു 2 lakhs to 3 lakhs വരും, അല്ലെങ്കിൽ 2 lakhs വരും എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഇൻഷുറൻസിന്റെ കവറേജ് ഒരു 2 ലക്ഷം, അല്ലെങ്കിൽ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആളുടെ കവറേജ് എത്രയാണോ അതിന്റെ ഒരു 2.5 times, 2.5 ഇരട്ടി കവറേജ് മൊത്തം എടുക്കുക. ഇപ്പൊ ഒരാൾക്ക് ആ വീട്ടിലെ അച്ഛന്, ഗ്രഹനാഥൻ, ബ്രെഡ് വിന്നർ, ഞാൻ അച്ഛൻ എന്ന് പറയുന്നില്ല, ബ്രെഡ് വിന്നർക്ക് 2.5 ലക്ഷം രൂപയാണ് എടുത്തേക്കണേന്നുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയാണ് എടുത്തേക്കണേന്നുണ്ടെങ്കിൽ മൊത്തം ഫാമിലിക്ക് 2+2 ആണെന്നുണ്ടെങ്കിൽ ഒരു 25 lakhs കവറേജ് എടുക്കുക. ഇനി കവറേജ് കുറച്ചെടുത്തിട്ട് വേറൊരു സൂത്രം ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഐഡിയൽ കവറേജ്. ഇതൊക്കെ ഒരു തമ്പ് റൂളാണ്, നമ്മളെ കൊണ്ട് ആവാവുന്നത് ചെയ്താൽ മതി. നമ്മൾ ചെറുപ്പമാണെങ്കിൽ വലിയ കവറേജിന് പോകണ്ട, വലിയ അസുഖങ്ങളൊന്നും വരില്ല. പക്ഷെ കൂടുതൽ വയസ്സ് ചെല്ലും തോറും നമുക്ക് അസുഖങ്ങൾ വരും. അപ്പൊ നമുക്ക് ഈ കവറേജ് കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർ സമ്മതിക്കില്ല ഇൻഷുറൻസ് കമ്പനി. അപ്പൊ അവിടെ നമുക്ക് വേറൊരു സൂത്രം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് അപ്പ് എന്ന് പറയും. അത് എന്താന്ന് വെച്ചാൽ, ഈവൺ അതർവൈസ് നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യണം. നിങ്ങളൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി എടുക്കുക. സപ്പോസ് നിങ്ങളൊരു 3 ലക്ഷം കവറേജ് ആണ് ഒരു പോളിസി എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു എമർജൻസി സിറ്റുവേഷൻ, മെഡിക്കൽ ഈവന്റ് വന്ന 3 ലക്ഷത്തിൽ കൂടുതലൊക്കെ ചിലവാകും. കിംസിലോ അല്ലെങ്കിൽ ആസ്റ്ററോ അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലിലൊക്കെ അഡ്മിഷൻ ആയാൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിന്റെ ഒപ്പം ടോപ്പ് അപ്പ് ചെയ്യാവുന്ന റൈഡർ ഉണ്ടാവും. അതായത് ഫീച്ചറുള്ള ഇൻഷുറൻസ് എടുക്കാവൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ, വേറെ ഏതെങ്കിലും കമ്പനിയിൽ, നിങ്ങൾക്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് 10 ലക്ഷം ടോപ്പ് അപ്പ് ചെയ്യാം. അപ്പോ ഈ 3 ലക്ഷത്തിന് നിങ്ങൾ ഒരു പക്ഷേ 20,000 ഉറുപ്പ്യ പ്രീമിയം കൊടുത്തു എന്ന് വിചാരിക്കൂ. ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് വെറും 2,000 ഉറുപ്പ്യ മതിയാവും. കാരണം ആദ്യത്തെ 3 ലക്ഷത്തിന്റെ ക്ലെയിം നിങ്ങൾ ഒറിജിനലി ഇൻഷുർ ചെയ്ത കമ്പനിയുടെയാണ് വേണ്ടത്. അതിനുശേഷമുള്ള 15 ലക്ഷത്തിന്റെ ടോപ്പ് അപ്പ് ചെയ്യുന്നത്, അത് കവറേജ് രണ്ടാമത്തെ കമ്പനിയാണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി സേഫ് ആണ്. അവര് ദേ ആർ ഇൻ ദ സേഫർ സോൺ. അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് അവർ അങ്ങനെ ചെയ്യും. അപ്പൊ ടോപ്പ് അപ്പ് ചെയ്യാവുന്ന ഒരു സംവിധാനം നമുക്ക് സൗകര്യമുണ്ട്. ആ ഫീച്ചർ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കുറെ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം പറയാം ഞാൻ. ക്യാഷ്ലെസ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ സർവീസ്. അപ്പൊ നിങ്ങൾ ഏത് സിറ്റിയിലാണോ അല്ലെങ്കിൽ ഏത് ടൗണിലാണോ എവിടെയാ താമസിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ള ഹോസ്പിറ്റൽസിൽ ക്യാഷ്ലെസ് സർവീസ് ഉണ്ടോ, ഈ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പണം കൊടുത്ത് പിന്നെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല.
ഇത് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കാർഡ്, മെമ്പർഷിപ്പ് കാർഡോ അല്ലെങ്കിൽ നമ്പറോ കൊടുത്താൽ തന്നെ, ഈവൻ ടെലിഫോൺ നമ്പർ കൊടുത്താൽ തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് കൗണ്ടറിൽ അവർക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ തന്നെ ഹോസ്പിറ്റലിലേക്ക് പൈസ സെറ്റിൽ ചെയ്തോളും. അപ്പോൾ ടോട്ടലി ക്യാഷ്ലെസ് ആണ്. ആ സൗകര്യം നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഉള്ള ഹോസ്പിറ്റലുകളിൽ കവറേജ് ചെയ്യുന്നുണ്ടോ ഈ പെർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് ആദ്യം നോക്കുക. മറ്റൊന്ന് കോ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം, ഒരു ഫീച്ചർ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഈ പ്രീമിയം കുറയുമ്പോൾ ഈ കോ പേയ്മെന്റ് ഉണ്ടാവും. അതൊക്കെ നോക്കണം നമ്മൾ. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ ഒരു സർജറിക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 20%, 30% നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ കോ പേയ്മെന്റ് എന്നുള്ളൊരു സംവിധാനം ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ആ ഫീച്ചർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അത് നോക്കണം, ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൂം റെന്റ് ക്യാപ്പാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി 2000 റുപ്പീസാണ് റൂം റെന്റ് എന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഓക്കെ, കുറച്ചും കൂടി കംഫർട്ടുള്ള എയർ കണ്ടീഷനൊക്കെ ഉള്ള 3000 റൂമിന് ഒരു 3000 റുപ്പീസ് റൂം റെന്റുള്ള റൂം എടുക്കാം എന്ന് കരുതും. നമ്മുടെ ഇൻഷുറൻസിൽ 2000 ആണ് റൂം റെന്റ് ക്യാപ്പ്. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. അപ്പൊ നമ്മൾ കരുതും ഓക്കെ, ഒരു 4-5 ദിവസം എടുക്കണോ, 1000 റുപ്യ വെച്ച് എക്സ്ട്രാ അല്ലേ കല്ലി കൊടുക്കാം എന്ന് കരുതുന്നു. പക്ഷെ അതിൻ്റെ ഒരു ആപത്ത് എന്താന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽസ് എല്ലാം, പ്രത്യേകിച്ച് ലക്ഷറി ഹോസ്പിറ്റൽസ്, പ്രീമിയർ ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉയർന്ന നിലയിലുള്ള എക്സിക്യൂട്ടീവ് റൂംസോ എയർ കണ്ടീഷൻ റൂംസോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റ്സും എല്ലാത്തിൻ്റെയും റേറ്റ് പ്രൈസ് കൂടുതലായിരിക്കും. അതായത് ഒരു സാധാരണ വാർഡിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ചാർജ് ആയിരിക്കില്ല എയർ കണ്ടീഷൻ റൂമിലുള്ള ഒരു രോഗിയുടെ ഹാർട്ട് ഓപ്പറേഷൻ. സെയിം തന്നെയായിരിക്കും, സെയിം ഓപ്പറേറ്റിംഗ് റൂമിൽ അടുത്തടുത്ത കട്ടിലായിരിക്കും ചെയ്യുന്ന, പക്ഷെ അവരുടെ ബില്ല് വ്യത്യാസം ഉണ്ടാവും. ഇത് ഇൻഷുറൻസ് കമ്പനിക്കും അറിയാം. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ബില്ല് മുഴുവൻ, ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യുന്ന ബില്ല് മുഴുവൻ തന്നെ അവർ സെറ്റിൽ ചെയ്യില്ല, നമ്മളൊരു വിഹിതം അടയ്ക്കേണ്ടി വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ നോ റൂം റെന്റ് ക്യാപ്പ്, റൂം റെന്റിന്റെ ക്യാപ്പ് പാടില്ല. അതില്ലാത്ത ഇൻഷുറൻസ് വാങ്ങുക, ശ്രദ്ധിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻ ഹോസ്പിറ്റൽസിനും ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റൽസിനും അല്ല ഇത് ഇൻഷുറൻസ് കമ്പനീസിനും ചെയ്യാൻ പറ്റില്ല. ബൈ ദ വേ, ഞാൻ ട്രാക്കിലല്ലേ? നിങ്ങൾക്ക് ബോർഡ് അടിക്കുന്നുണ്ടോ? ഇല്ല ബോറടിയൊന്നും ഇല്ല സാർ. കറക്റ്റ് ആയിട്ട് കാര്യം നമുക്ക് അറിയില്ലല്ലോ ഇതൊക്കെ. അപ്പൊ അടുത്തൊരു ഫീച്ചർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നമ്മളൊരു 5 ലക്ഷം കവറേജ് ആണ് ജയന്തി മാം എടുത്തേക്കണേന്ന് വിചാരിക്കൂ. ഞാൻ ആ പേര്, എനിക്ക് മാമിനെ അറിയാവുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞു. 5 ലക്ഷത്തിൽ മാമിന് ഈ വർഷം 4 lakhs ഒരു സർജറി നടന്നു. സോ പിന്നെയുള്ളത് ബാക്കി 1 ലക്ഷമാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ആവശ്യം വന്നു, മെഡിക്കൽ ഈവന്റ് വന്നു, അതിനൊരു 2 ലക്ഷം വേണ്ടി വന്നു. അപ്പൊ നമുക്ക് കവറേജ് ഇല്ല, നമ്മുടെ കവറേജ് ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് ഇൻഷുറൻസിൽ. അതായത് ഈ 4 ലക്ഷം 5 ലക്ഷം കവറേജ് ഉള്ളതിന് 4 ലക്ഷം ചെലവായാലും വീണ്ടും ആ 4 ലക്ഷം റെസ്റ്റോർ ചെയ്യും, വീണ്ടും പുനഃസ്ഥാപിക്കും അവര്. ആ ഒരു ഫീച്ചറുള്ള ഇൻഷുറൻസ് എടുക്കുക, ശ്രദ്ധിക്കേണ്ടത് അതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് ഡേ കെയർ പ്രൊസീജിയർ കവറേജ് എന്ന് പറയും. അതായത് ഇപ്പൊ അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാലേ, പണ്ട് തിമിരത്തിനൊക്കെ ശസ്ത്രക്രിയ ചെയ്താൽ നമ്മൾ 2 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കണമായിരുന്നു അല്ലേ? ഇപ്പൊ അത് അര ദിവസം കൊണ്ട് അവസാനിക്കുന്ന പണിയാണ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ? നമുക്ക് കിട്ടില്ല. കാരണം നമ്മളെ ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആയാലേ ഒരു ദിവസം 24 hours അഡ്മിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തിമിരത്തിനൊരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവിടെ 24 hours അഡ്മിഷൻ ഇല്ലാത്തൊരു ശസ്ത്രക്രിയ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിനാണ് ഈ ഫീച്ചർ ഉള്ളത്, ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവറേജ് എന്ന് പറഞ്ഞൊരു സംവിധാനമുള്ളത്. അടുത്തത്
ഒരു ഫീച്ചർ നമ്മൾ ഇതൊക്കെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം കേട്ടോ. ഇതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലെയിം സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പഠിച്ച പണി 18 ചെയ്യും കമ്പനികളെ. അപ്പൊ നമ്മൾ ഈ ഫീച്ചറൊക്കെ നിർബന്ധമായിട്ടും ഞാനൊന്ന് ഒരിക്കൽ കൂടെ പറയാം ആ ഫീച്ചറുകൾ. അടുത്തത് നമ്മൾ ഡേ കെയർ പ്രൊസീജിയറിനെ പറഞ്ഞു. പ്രീ ആൻഡ് പോസ്റ്റ് കവർ ഫോർ ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, ഹോസ്പിറ്റലൈസേഷൻ. അതായത് ഒരു 2 മാസത്തെ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു സർജറി കഴിഞ്ഞു, അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് മെഡിക്കേഷൻ, ഹോസ്പിറ്റൽ വിസിറ്റ്സ്, ഫോളോ അപ്പ്, ലബോറട്ടറി ടെസ്റ്റ്സ്, അല്ലെങ്കിൽ അത് മറ്റുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ഉള്ളത്, ഇത്തരം കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസസും കൂടി കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതേമാതിരി ഇതിന് ഒരു രോഗം ഉണ്ട്, നമുക്കൊരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ചെന്നു, അല്ലെങ്കിൽ നമ്മളൊരു ശരീരത്തിലൊരു ലംബ് ഉണ്ട്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി, അപ്പൊ ആ ടെസ്റ്റുകൾ മുതൽ കവർ ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ. മറ്റൊന്ന് നോ ക്ലെയിം ബോണസ്. മിക്കവാറും 150 നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തു, 10 ലക്ഷമാണ് നിങ്ങളുടെ കവറേജ്, ഈ വർഷം ഒരു ക്ലെയിമും ഉണ്ടായില്ല, നിങ്ങൾ പ്രീമിയം കൊടുത്തു, ഒരു ക്ലെയിമും ഉണ്ടായില്ല. അപ്പൊ മിക്കവാറും എല്ലാ കമ്പനികളും നോ ക്ലെയിം ബോണസ് തരുന്നുണ്ട്. അത് 10% മുതൽ 60% വരെ തരുന്ന കമ്പനികളുണ്ട്. അത് നിങ്ങൾ ഏത് തലത്തിലുള്ള ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളതാണ്. പ്രീമിയം കൂടുതൽ കവറേജ് ഉള്ളതാണെങ്കിൽ കൂടുതൽ നോ ക്ലെയിം ബോണസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പൊ അതായത് ഇപ്പൊ 10 ലക്ഷം കവറേജ് ഈ വർഷം ഒരു ക്ലെയിം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, അടുത്ത വർഷം നിങ്ങൾക്ക് അത് 11 ലക്ഷം, മിനിമം 10% ആണ് തരണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ കവറേജ് 11 ലക്ഷം ആയിരിക്കും. അടുത്ത വർഷം വീണ്ടും ഒരു 10% കൂടും. അങ്ങനെ ഇത് ഡബിൾ ആവാൻ വരെ, 150% വരെ ആവാൻ ഇൻഷുറൻസ് കമ്പനികൾ സാധിക്കും. നിങ്ങളുടെ പ്രീമിയത്തിൽ വർധനവ് ഉണ്ടാവുന്നില്ല, പക്ഷെ കവറേജ് കൂടിക്കൊണ്ടേയിരിക്കും. നോ ക്ലെയിം ഇല്ലെങ്കിൽ കേട്ടോ, ആ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അങ്ങനെ നോ ക്ലെയിം ബോണസ് എന്നുള്ള ഒരു ഫീച്ചർ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മിക്കവാറും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോ നമുക്ക് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ്, ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻഷുറൻസ് അതിൽ ആ ഫീച്ചർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതെയുള്ള അസുഖങ്ങൾ, നമുക്കൊരു അസുഖം ഉണ്ടാവില്ല, പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഈവന്റ് നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ഹെൽത്ത് ഈവന്റ് നമുക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരിക. ഇതാണ് ടേം ഇൻഷുറൻസിന്റെ. ഈ സ്ലൈഡ് ഞാൻ വായിച്ചോളൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് സമയമുണ്ടെങ്കിൽ ഞാൻ വേറെ കുറച്ച് ഇൻഷുറൻസിന്റെ കവറേജ് പറയാം. പിന്നെയുള്ളത് കൺസ്യൂമബിൾസ് കവറേജ് ഉണ്ട്. കൺസ്യൂമബിൾസ് കവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് സർജറി ഒക്കെ കവർ ചെയ്യും, പക്ഷേ സിറിഞ്ച്, ഗ്ലൗസ്, പഞ്ഞി, ബാൻഡേജ് അതൊന്നും കവർ ചെയ്യില്ല. അപ്പൊ അതും കവർ ചെയ്യുന്ന ഫീച്ചറുകൾ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ചില രോഗികൾക്ക് വീട്ടിൽ ഡൊമിസിലിയറി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, അതായത് വീട്ടിൽ കിടന്നാൽ മതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതിന് കവറേജ് കിട്ടുമെന്നുള്ളത്, ആ ഫീച്ചർ ഉള്ളതും ഉണ്ട്. അപ്പൊ നമ്മുടെ പേഷ്യന്റ്, നമ്മൾ ആരെയാണോ ഇൻഷുർ ചെയ്യുന്നത് അവരുടെ അവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ആ ഫീച്ചറും കൂടി ഇതിൽ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, സിസ്റ്റം ഓഫ് മെഡിസിൻ കവറേജ് ആണ്. അതായത് മോഡേൺ മെഡിസിൻ അല്ല, അലോപ്പതി മാത്രമല്ല, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, പിന്നെ നേച്ചുറോപ്പതി, ഇതൊക്കെ കവർ ചെയ്യുന്നതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. ഇതിനൊക്കെ കുറേശ്ശെ പ്രീമിയത്തിൽ ഇൻക്രിമെന്റ് വരും, പക്ഷെ അത് കണക്കാക്കരുത്. നമ്മൾ ആ പ്രീമിയം കൊടുക്കാൻ തയ്യാറാവണം. എങ്കിലേ നമുക്ക് ഒരു വർഷത്തിലൊരിക്കൽ നമുക്ക് ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കവറേജ് ആവും. അറ്റ്ലീസ്റ്റ് അവർ 65% തരും. ഈ ആയുർവേദ ട്രീറ്റ്മെന്റിന് 65% അത് പഞ്ചകർമ്മ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രീമിയർ തൈക്കാട്ടുശ്ശേരിയിലോ അല്ലെങ്കിൽ കോട്ടയ്ക്കലോ അങ്ങനെയൊക്കെയുള്ള വളരെ പ്രസിദ്ധമായ
വിശ്വാസ്യതയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന ആയുർവേദ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കാം. ഇനി ഈ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പനി ഏറ്റവും ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണെന്നുള്ളതാണ്. ഒരു 90% ഒക്കെ 90% ആൻഡ് എബവ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ഹെൽത്ത് എന്നല്ല, ടേം ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും എന്ത് തരത്തിലുള്ള ഇൻഷുറൻസും 90% ആൻഡ് എബവ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസ് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ വേറൊരു റേഷ്യോ കൂടി ഉണ്ട്, അത് ഇറ്റ്സ് കോൾഡ് ഇൻകേർഡ് ക്ലെയിംസ് റേഷ്യോ എന്നാ പറയുക. അതൊരു 50% എബവ് അല്ലെങ്കിൽ ഒരു 70% ഒക്കെ കൊടുക്കുന്ന കമ്പനികൾ, അതായത് അവർക്ക് കിട്ടുന്ന പ്രീമിയത്തിന്റെ ഏകദേശം 50-60% ക്ലെയിം ആയിട്ട് അവർ തിരിച്ചു കൊടുക്കുന്ന കമ്പനിയാണ്. അതായത് അവര് മനഃപൂർവ്വം ക്ലെയിം സെറ്റിൽ ചെയ്യാതിരിക്കുന്ന കമ്പനിയല്ല. ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്നാണ് പറയുക, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്നാണ് പറയുക അതിന്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ടോപ്പ് അപ്പ് റൈഡർ, അത് സൗകര്യമുള്ള ഇത്. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, അത് ഒരു റൈഡറാണ്, നിർബന്ധമായിട്ടും എടുക്കണം. നമുക്കറിയാം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളെ NRIs ഉണ്ടെങ്കിൽ NRI ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. അത് വെറും 600 റുപ്യൊക്കെ ഉള്ളൂ, 5 വർഷത്തെ കവറേജ് ഉണ്ട്. മിക്കവാറും എല്ലാ ബാങ്കുകളും ഓഫർ ചെയ്യുന്നുണ്ട് NRI ആക്സിഡന്റൽ ഇൻഷുറൻസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, റെസിഡന്റ് ഇന്ത്യൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കൂടെ നമുക്ക് ഈ പേഴ്സണൽ ആക്സിഡന്റ് റൈഡർ നിർബന്ധമായിട്ടും എടുക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും നമ്മൾ സ്കൂട്ടറിലായാലും കാറിലായാലും നമ്മൾ വളരെ ഡീസെന്റ് ആയിട്ട് ഡിഫെൻസീവായിട്ട് ഡ്രൈവ് ചെയ്താലും അപ്പുറത്തുള്ള ആൾക്കാർ കള്ളും കുടിച്ചും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചാണ് ഓടിക്കുന്നത്. നമ്മളപ്പോൾ ആക്സിഡന്റൽ കവറേജ് എപ്പോഴായാലും നിർബന്ധമായിട്ടും വേണം. ഓക്കെ. പിന്നെ ഇപ്പൊ സപ്പോസ് ഒരു ഡെയിലി വേജ് തൊഴിലാളി എന്ന് വെക്കൂ, അവർക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരുടെ അവസ്ഥ, അവരുടെ ദൈനംദിന ചെലവുകൾക്കുള്ള, അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഹോസ്പി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡെയിലി അവരൊരു ചെറിയ എമൗണ്ട് തരുന്ന സംവിധാനം ഉണ്ട്. അപ്പൊ അതും ഒരു ബെനിഫിറ്റ് ആണ്, അതൊക്കെ ഒരു ഫീച്ചറാണ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് 2 to 4 ഇയേഴ്സ് അവര് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്റ്റൻഷൻ കിട്ടാൻ, അതായത് ഇപ്പൊ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഞാൻ ഇന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എനിക്ക് ഇന്നോട്ട് കവറേജ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയം ലോഡ് ചെയ്യും അവർ. അങ്ങനെ പറയുക, ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രീമിയം കൂടുതലായിരിക്കും എന്നാണ് അവരതിനെ അവരുടെ ഭാഷയിൽ ലോഡഡ് പ്രീമിയം എന്നാണ് പറയുക. അപ്പൊ അത് കുറച്ച് കൂടും, പക്ഷെ അതിൻ്റെ ഉണ്ടാവും. അതേമാതിരി തന്നെയാണ് മെറ്റേർണിറ്റി ബെനിഫിറ്റ്. അതുപോലെ നമുക്കറിയാം 24 hours അഡ്മിഷൻ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടാവുള്ളൂ, കവറേജ് ക്ലെയിം സെറ്റിൽ ചെയ്യുള്ളൂ. പക്ഷെ നമുക്കൊരു ഔട്ട് പേഷ്യൻ കവറേജും കൂടി വേണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഔട്ട് പേഷ്യൻസിനും ഇൻഷുറൻസ് കവർ ചെയ്യും. നമുക്ക് ഇവിടെയും അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടെ അതും സാധിക്കുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡേഴ്സ്, അതിന്റെ റൈഡേഴ്സ് ഉണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു ഇൻഷുറൻസ് ഏജന്റോ ഇൻഷുറൻസ് കമ്പനിയോ വന്നിട്ട് നിങ്ങളോട് ഒരു ഇൻഷുറൻസ് എടുത്തോളൂ, ഞങ്ങളുടെ പ്രീമിയം കുറവാന്ന് പറഞ്ഞാൽ അതിൽ പല ചതിക്കുഴികളും ഉണ്ട്, പിറ്റ്ഫോൾസ് ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു ബി റിയലി കെയർഫുൾ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ആ ഫൈൻ പ്രിന്റ് ഉണ്ടല്ലോ, ഫൈൻ പ്രിന്റിൽ എന്തൊക്കെ എഴുതിക്കണേ, കോ പേയ്മെന്റ് ഉണ്ടോ, എത്ര വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഏതൊക്കെ ഡിസീസ് കവർ ചെയ്യും, ഏതൊക്കെ ഡിസീസിന് എത്ര വർഷം പേയ്മെന്റ് ഇത് ചെയ്യണം, നോ ക്ലെയിം ബോണസ് എത്ര പെർസെൻറ്റേജാ, ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാ, റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, 5 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ ക്ലെയിം ഇത് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കുള്ള റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ട്.
അതേമാതിരി നോ ക്ലെയിം ബോണസ് ഞാൻ പറഞ്ഞു, ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇൻഷുറൻസ് എടുക്കാൻ. പക്ഷെ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഈവൻ ഒരു സിമ്പിൾ ഇൻഷുറൻസ് എടുത്താൽ ആണെങ്കിൽ കൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും എടുക്കാത്തവർ, ഇൻഷുറൻസ് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളുടെ വീടുകളിലെ ചെറുപ്പം കുട്ടികൾ ജോലിയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുടുംബം ജീവിതം ആരംഭിച്ച കുട്ടികൾ നിർബന്ധമായിട്ടും അവരുടെ ബ്രെഡ് വിന്നർ ടേം ഇൻഷുറൻസ് എടുക്കുക. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് മാത്രം കവറേജ് ഉള്ളൂ. ഒരു നിസ്സാര പ്രീമിയം കൊടുക്കുന്നുണ്ടു. നിങ്ങൾ ഒരു 80 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 75 വയസ്സ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കവർ ചെയ്യുന്നത് മെച്യൂരിറ്റി എമൗണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പണം നിങ്ങളുടെ നിയമപരമായ അനന്തരാവകാശികൾക്കോ നോമിനിക്കോ ലഭിക്കുന്ന മാതിരിയുള്ള ഒരു ടേം ഇൻഷുറൻസ്. ഈയിടെയായിട്ട് അതിന്റെ റിട്ടേൺ ഓഫ് പ്രീമിയം ഉണ്ട്. അതായത് നമ്മൾ കൊടുത്ത പ്രീമിയം, നമ്മൾ 75 വയസ്സിനുള്ളിൽ, ഇപ്പൊ സപ്പോസ് 75 വയസ്സ് വരെയാണ് എടുത്തേക്കണേന്നുണ്ടെങ്കിൽ 75 വയസ്സിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കൊടുത്ത പ്രീമിയം തിരിച്ചു തരുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസും ഇപ്പൊ അവൈലബിൾ ആണ്. അത് നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. ഒപ്പം ഹെൽത്ത് ഇൻഷുറൻസ്, ഈ രണ്ട് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവണം. നമ്മൾ മലയാളികൾക്ക് സ്പെസിഫിക് ആയിട്ട് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്ന്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവഗണിക്കും. എന്താ പറയുക, ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. നമ്മൾ ഈവൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ കണ്ടില്ലേ, ട്രാവൽ ഇൻഷുറൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കവറേജ് കിട്ടുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ. ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. 3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ്, ഷീ വാസ് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ്. അവർ അഡ്വക്കേറ്റ് ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്, അവർ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഷീ വാസ് 60 ഇയേഴ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരും ഹസ്ബൻഡും കൂടി കാശ്മീരിലേക്ക് പോയതാ. അവിടെ വെച്ച് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക ആ അവസ്ഥ. ലക്കിലി അതൊരു ഗ്രൂപ്പ് ടൂർ ഓപ്പറേറ്റർ ആയിട്ട് പോയതാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബോഡിയൊക്കെ ടൈമിൽ കൊണ്ടുവരാൻ പറ്റി, നമുക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത ഒരു പാസഞ്ചർ ആയിരുന്നെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ നിസ്സാരം എന്ന് കരുതുന്ന ഈവൻ റെയിൽവേയിൽ പോലും ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഉറുപ്പിയൊക്കെയാണ് അല്ലെങ്കിൽ 70 പൈസയൊക്കെയാണ് ഇൻഷുറൻസ് വരുന്നത്. നമ്മളത് നിർബന്ധമായിട്ട് എടുക്കണം. ഇൻഷുറൻസിനെ ഒരു അനാവശ്യം എന്നൊരിക്കലും കരുതരുത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോണതിന് മുമ്പേ ഞാൻ ഒരു 1-2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഫാമിലീസ് വിത്ത് നോ മെയിൽ മെമ്പർ, അവർക്കുള്ളതാണ്. 5 ലക്ഷത്തിന്റെ കവറേജ് ആണ് ഇത്, ഹെൽത്ത് കവറേജ് ആണ് ഇത്. ഈ വിഭാഗത്തിന് മാത്രമാണ്. ഇത് സമൂഹത്തിന്റെ അടിത്തട്ടില് പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെയും പിന്നെ കുടുംബത്തിൽ ഗ്രഹനാഥനില്ലാത്ത കുടുംബങ്ങളിലും 5 വർഷത്തെ ഇങ്ങനെ ഒരു സ്കീം ഉള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് കോൾഡ് PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എത്ര പേര് 18 വയസ്സായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേരിൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, അടൽ പെൻഷൻ യോജന എന്നാണ് പേര് അതിന്റെ. 18 വയസ്സായ കുട്ടിക്ക് 275 ഉറുപ്പിക മറ്റാണ് മാസം. എത്ര ഉറുപ്പിക നിങ്ങൾ മാസം അടച്ചാൽ, എൻ്റെ വിശ്വാസം 45 വയസ്സോ 40 വയസ്സ് വരെയാണ് പേയ്മെന്റ്. 40 വയസ്സ് വരെ നമുക്ക് ചേരാം. അപ്പം പ്രീമിയത്തിൽ കുറച്ച് വ്യത്യാസം വരും. 60 വയസ്സിന് ശേഷം അവർക്ക് 5000 ഉറുപ്പിക പെൻഷൻ കിട്ടും. അപ്പൊ നിങ്ങളൊരു റെസ്പോൺസിബിൾ പേരന്റ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ പേരിൽ എന്ത് ചെയ്യണം? 18 വയസ്സായ അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് ആ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് ആണ് അത്. ഒരു 5 വർഷം, ഒരു 23-24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ജോലി ആവുമല്ലോ, പിന്നെ അവർ അടച്ചോളും. അപ്പൊ അവർക്ക് അത് 5000 ഉറുപ്പിക
പെൻഷൻ ലഭിക്കും. അത് അടൽ പെൻഷൻ യോജന, അത് ഗവൺമെന്റിന്റെയാണ്. ഇത് സീനിയർ സിറ്റിസൺ പ്രധാനമന്ത്രി വന്ദന യോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്, പോസ്റ്റ് ഓഫീസിലൂടെ ചെയ്യാം. ഇപ്പൊ അത് 8.2% ആണ് അതിന്റെ ഇൻട്രസ്റ്റ്. ഇത് തന്നെയാണ് സീനിയർ സിറ്റിസൺസ് സേവിങ് സ്കീം. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. മുതിർന്നവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ 8.2% ഉണ്ട്. ടാക്സ് ഫ്രീ ഒന്നും അല്ല കേട്ടോ, ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ സേഫ് ആയിട്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഒത്തിരി ബാങ്കുകളും ഉണ്ട്, പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യം, സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമും പ്രധാനമന്ത്രി വന്ദന യോജന. ഓക്കെ, ഞാൻ നേരത്തെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതൊക്കെ നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. വർഷത്തിൽ 20 രൂപയാണ് ബാങ്കുകൾ ഓട്ടോ ഡെബിറ്റ് ചെയ്യും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് 20 രൂപ ഒരു വർഷത്തിൽ അടഞ്ഞു പോകും. മുമ്പ് അത് 12 റുപ്യായിരുന്നു 2-3 വർഷം മുമ്പ് വരെ. 2 ലക്ഷത്തിന്റെ കവറേജ് ആണ് അതുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറ്റ്ലീസ്റ്റ് 2 ലക്ഷമെങ്കിലും നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കും. ഇതിന് വയസ്സും ഒരു ചെക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ്. എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 20 റുപ്പീസ് പെർ ഇയർ ആണ് കേട്ടോ, ഒരു ചായയുടെ പൈസ പോലും ഇല്ല. മറ്റൊന്ന്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഫോർ സീനിയർ സിറ്റിസൺസ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു ക്വസ്റ്റ്യനും ഇല്ലാതെ 5 ലക്ഷത്തിന്റെ കവറേജ് ഉള്ള സ്കീം നിർഭാഗ്യവശാല് നമ്മുടെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഇത് നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആ സ്കീമിൽ പോയി ചേർന്നാൽ നിങ്ങൾക്ക് ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. കാർഡ് കിട്ടും. ആ സ്കീം സർക്കാർ ഏത് ഗവൺമെന്റ് ചേരണമെന്ന് വെച്ചാൽ തുടങ്ങണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇതിന് വലിയ ഉപകാരമാണ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു നിസ്സാര പ്രീമിയത്തിൽ ഈ സ്കീമുണ്ട്. ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും 5 ലക്ഷത്തിന്റെ ഒരു വർഷത്തിലെ കവറേജ് ഉണ്ട്. പേര് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ്. സീനിയർ സിറ്റിസൺസ് എബവ് 70 ഇയേഴ്സ്. ഓക്കെ, ഇതൊക്കെ നാഷണൽ പെൻഷൻ സിസ്റ്റം കുട്ടികൾക്ക് അറിയാം, ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം, അല്ലെങ്കിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം. ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തവര് ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ചേർന്നാൽ അവർക്ക് റിട്ടയർമെന്റിന് എന്താ പറയുക, വളരെ ഇതായിരിക്കും. ഞാൻ അടൽ പെൻഷൻ യോജനയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടൽ പെൻഷൻ യോജന 18 വയസ്സ് തൊട്ട് 42 വർഷം, അതായത് 60 വയസ്സ് വരെ ഒരു മാസം 210 റുപ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് കിട്ടുന്ന പൈസ നോക്കൂ, ഏകദേശം 8.5 ലക്ഷം രൂപ നമുക്ക് കിട്ടും. ഫിക്സഡ് മന്ത്ലി പെൻഷൻ ഫ്രം ₹1,000 to 5,000 ഡിപ്പെൻഡിങ് ഓൺ ദ കോൺട്രിബ്യൂഷൻ. 18 വയസ്സിൽ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 210 റുപ്യ അടച്ചാൽ മതി മാസം. അതേസമയം 40 വയസ്സിൽ ചേരുന്ന ഒരാൾ 1,454 റുപ്യ അടയ്ക്കാം. എന്നാലും നഷ്ടമില്ല. 60 വയസ്സ് മുതൽ 5,000 റുപ്യ കിട്ടും അയാൾക്ക്. ഇത് അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞിട്ട് 18 to 40 ഇയേഴ്സ് കേട്ടോ, 40 വയസ്സ് വരെ ഇതിൽ ചേരാം. ആരെങ്കിലും ചെറുപ്പക്കാർ, കുട്ടികൾ, ജോലി ചെയ്യണവര്, നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേരുക. മറ്റൊരു സ്കീമാണ്, ഞാൻ നിർത്താട്ടോ, സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയും. 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 10 വയസ്സ് വരെയാണ് അതിൽ ചേരാൻ പറ്റുക. ഏറ്റവും റിട്ടേൺസ് തരുന്ന ഏറ്റവും നല്ല സ്കീമാണ് ഇന്ത്യയിൽ ഗവൺമെന്റ് സ്കീമാണ് ഇത്. നിങ്ങൾക്ക് 15 വർഷമാണ് പേയ്മെന്റ്. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടോ. 15 വർഷം അടച്ചു കഴിഞ്ഞിട്ട് 21ാമത്തെ വയസ്സിലാണ് ആ കുട്ടിക്ക് ആ പൈസ കിട്ടുക. 28,42,236 ഉറുപ്പിയാണ് കിട്ടുക. നിങ്ങൾക്ക് മാസം 5,000 ഉറുപ്പിക അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 1.5 ലക്ഷം രൂപ, 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ അടയ്ക്കാം. ഇത് മാസം 5,000 ഉറുപ്പിക എന്ന് വെച്ചാൽ 60,000 ഉറുപ്പിക ഒരു വർഷം അടയ്ക്കുന്ന 15 വർഷം അടച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന പൈസ 28,42,000 റുപ്യാണ് 21 വയസ്സിൽ. അപ്പൊ ആ കുട്ടിയുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനോ ഈ തുക ഉപയോഗിക്കാം. ഇനി 18 വയസ്സിന് ശേഷം വിവാഹത്തിന്റെ സമയത്തും ഈ പൈസ വിഡ്രോ ചെയ്യാം, 50% വിഡ്രോ ചെയ്യാം.
3 മാസം കൂടുമ്പോൾ മോണിറ്ററി പോളിസി, RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കീം. ഇനി ഞാൻ ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെയാണ്. ഇതൊന്നും പറയാൻ നമുക്ക് സമയമില്ല. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യണം, ഇതിൻ്റെയാണ് ഞാൻ മൊത്തം എന്തൊക്കെ മ്യൂച്വൽ ഫണ്ട്, അതുമാതിരി ബാങ്കിലെ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുമാതിരി കുറേ കാര്യങ്ങൾ. കുട്ടികളോട് കേസിലൊന്നും ചെന്ന് പെടരുത്. അപ്പോൾ PCC എടുക്കാം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് മുതൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പ്രസന്റേഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ ഈ സംസാരിച്ചത് കുറച്ചെങ്കിലും ഒരു അവയർനെസ് ഉണ്ടാവും. അവയർനെസ് ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ എന്നുള്ള കാര്യത്തിൽ. ഐ ഹോപ്പ് എവറിബഡി എൻജോയ്ഡ് ദ പ്രസന്റേഷൻ. ഈ പ്രസന്റേഷൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതായത് സാർ ഇപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ യോജന പറഞ്ഞില്ലേ, അത് സാറ് ജസ്റ്റ് ഒരു വേർഡിംഗ് ആക്കി ഒരു ടേബിൾ മാതിരി എങ്ങാനും നമുക്ക് തരാൻ പറ്റുമോ? നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമായിരുന്നു. ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാത്ത സംഭവമാണ്. ഞാൻ ചെയ്യാം. അത് നോ പ്രോബ്ലം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ്, അത് ഈ പ്രധാനമന്ത്രി സുരക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞത് 70 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സ്കീം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഇപ്പൊ അടുത്ത് വരുന്ന സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ടാണ് നടപ്പിലാക്കാഞ്ഞത്. പക്ഷെ അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗം തീർച്ചയായിട്ടും തരാം മാം. ഞാൻ അയച്ചു കൊടുക്കാം. ഡോക്ടർ അല്ല, കൊച്ചു കുട്ടികൾക്ക് സാർ പറഞ്ഞില്ലേ, അതാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അത് നമുക്ക് അറിയാം. ആക്ച്വലി വെരി ഈസിലി നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള. കറക്റ്റ്. ഞാൻ അയച്ചു കൊടുക്കാം. ഞാൻ എന്റെ ഫോൺ നമ്പറും ഇതില് ടൈപ്പ് ചെയ്യാം. ഫോൺ നമ്പർ, ഇമെയിലും ഞാൻ ഇത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാലോ. അതെ, തീർച്ചയായിട്ടും ഏത് സമയത്തും വേണേ. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകള് BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവള് 1 വർഷം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇത് പറ്റില്ല എനിക്ക്, ഞാനൊരു ഡേറ്റ ഡ്രിവൺ ആളല്ല, കുട്ടിയല്ല, ഞാൻ സോഷ്യലി ഡ്രിവൺ പേഴ്സൺ ആണ്. അപ്പൊ മാനവിക വിഷയമാണ്, ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് പറ്റുന്ന വിഷയം. ഓക്കെ. അപ്പൊ അങ്ങനെ തെറ്റായ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് അവസാനം അവള് ഇപ്പോഴും എൻ്റെ മകള് ഒരു അല്പം സ്ട്രഗ്ലിങ്ങിലാണ്. കൃത്യമായ ഒരു കോഴ്സ്, രണ്ടാമത്തെ ബിരുദാനന്തര പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട് പോലും ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എ ഡീസെന്റ് ജോബ്. മനസ്സിലായി? അപ്പൊ നമ്മള് ഈ അങ്ങനത്തെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിങ്ങിലും ഞാൻ അങ്ങനെ സ്വയം സർട്ടിഫിക്കേഷൻ എടുത്ത് ഞാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അപ്പൊ അത്യാവശ്യമാണ് ഈ കാലത്ത്, അത് അത്യാവശ്യമാണ് കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന. അതെ. മെജോറിറ്റി ഓഫ് ദ പേരൻസ് എന്താ കരുതുക എന്ന് വെച്ചാൽ, തൊഴിൽ സാധ്യത അല്ലെങ്കിൽ പണം കൂടുതൽ കിട്ടുന്ന കോഴ്സ് എടുക്കണം എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷെ അതല്ല അതിന്റെ ശരി. പണം തന്നെത്താൻ വന്നോളും. നമുക്ക് പാഷനേറ്റ് അവന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതെ. നിങ്ങളൊരു യൂട്യൂബർ ആയാൽ പോലും ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോ. ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയാൽ പോലും, ബ്യൂട്ടീഷ്യൻ ആയാൽ പോലും നിങ്ങൾക്ക് ലക്ഷങ്ങളാണ് സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അതെ, അതേമാതിരി തന്നെയാണ് ഈ നിക്ഷേപം. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തു മാം. റിട്ടയർ ചെയ്തപ്പോ ഞാൻ എന്റെ റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറയുന്നത് ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ വളരെ ഒരു 10-20 വർഷമായിട്ട് കുറേശ്ശെ പൈസ സേവ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്റെ റിട്ടയർമെന്റ് കോർപ്പസ്. അപ്പൊ കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിലെ ഇത്തരം ക്യാപിറ്റൽ ഇതില്. പക്ഷെ കേരളത്തിലെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ലെഫ്റ്റിസ്റ്റ് മെന്റാലിറ്റി ആണ്, ഒരു പൊതുബോധമുണ്ട്, ഒരു സോഷ്യൽ മെന്റാലിറ്റി തന്നെ നമുക്കൊരു ലെഫ്റ്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കരുതുന്ന ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തന്നെ വളരെ മോശമായ കാര്യമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിൽ ഇടാവൂ, അതങ്ങനെയാണ്. ഇപ്പൊ ഗോൾഡ് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മളെല്ലാരും ജ്വല്ലറിയാണ് വാങ്ങുക, ഗോൾഡ് അല്ല വാങ്ങുക. അപ്പൊ ജ്വല്ലറി നിങ്ങൾക്ക് വിൽക്കുമ്പോൾ 9 to 12% ലോസ് ആണ്. നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കോളൂ. നിങ്ങൾ ചെറിയൊരു കോയിൻ ആയിട്ട്, അല്ലെങ്കിൽ 1 ഗ്രാമിന്റെ, 4 ഗ്രാമിന്റെ, 2 ഗ്രാമിന്റെ ഒക്കെ കോയിൻ ആയിട്ട് വാങ്ങി വെച്ചോളൂ. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ക്യാഷ്.
അങ്ങനെയുണ്ട്. ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു തൃശ്ശൂർ ബേസ്ഡ് ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ അവര് ഇന്ത്യയിലും ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അവര് ഒരു ഫാമിലി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം അവര് നമുക്ക് തന്നിരുന്നു, എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ പോലെ അയച്ചു തന്നിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു സാലറി അക്കൗണ്ട്, അപ്പൊ അത് എടുക്കുമ്പോഴും എന്തോ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായി സാർ. അപ്പൊ അതിനൊക്കെ വല്ല ബെനിഫിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ സാർ? അല്ല, അത് ഇതില് ആ ഇൻഷുറൻസ്, ഈ ഹെൽത്ത് ഫാമിലി ഇൻഷുറൻസ് ഇപ്പൊ അത് കഴിഞ്ഞു, ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫെഡറൽ ബാങ്കിന്റെ ഇൻഷുറൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, സാലറി അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിലെന്തോ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നൊക്കെ ഒരു ലീഫ്ലെറ്റിൽ ഞാൻ കണ്ടു. അല്ല, പക്ഷെ അത് എന്ത് കവറേജ് ആണെന്നുള്ളതാ? ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, അത് നിങ്ങളുടെ ലൈഫ് കവറേജ് ആണോ? ഇത് ഈ കമ്പനികളുടെ സാലറി അക്കൗണ്ട് ഒക്കെ ഗ്രൂപ്പ് പോളിസീസ് ആയിരിക്കും. ഗ്രൂപ്പ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇപ്പൊ സാർ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊക്കെ ചെയ്യുന്നൊരു വിഡ്ഢിത്താണ്, ഞാനടക്കം ചെയ്യുന്നൊരു വിഡ്ഢിത്താണ്. നമ്മള് ഇതൊന്നും നോക്കുന്നില്ല. നമ്മൾ ഇപ്പൊ അടുത്തുള്ള വീട്ടിലൊരു കുട്ടി വന്നു നമ്മളോട് ഈ ഇൻഷുറൻസ് എടുത്തോളൂ ചേട്ടാ, ഇത് നന്നായിട്ടുണ്ട്, ഇത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങുന്നു. നമ്മൾക്ക് അറിയുന്നില്ല ഇത് എന്തൊക്കെയാ അതിലാ. ഒന്നാമത് ചെറിയ അക്ഷരത്തിൽ എഴുതിക്കുന്നത് വായിച്ചാൽ തന്നെ നമ്മളെ പറ്റിക്കുന്നതാന്നുള്ളതും കൃത്യമായിട്ട് ഫൈൻ പ്രിന്റിൽ എഴുതില്ലേ അവര്. അപ്പൊ അത് എന്ത് ഇൻഷുറൻസ് ആണെന്ന് സാർ പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഗ്രൂപ്പ് പോളിസിയാണ് അത്. സാലറി അക്കൗണ്ടിന് ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പോളിസി ആയിരിക്കും. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതാണ് നമ്മുടെ അത് ഇഗ്നറൻസ് ആണ്, നമ്മുടെ അജ്ഞതയാണ്. അതാണ് എല്ലാവരും, ഞാൻ 99% ഞാനടക്കം പറയാണ്, നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ നമുക്ക് ഒന്നും വേണ്ട, സാർ ഉപയോഗിക്കുന്ന ഫോണിന്റെ 30% പോലും ഫീച്ചർ സാർ ഉപയോഗിക്കുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത് സ്മാർട്ട് എക്സ്പെൻസസ് എന്ന് പറയാം. നമ്മളിപ്പോ ഒരു മരുന്ന് നിങ്ങൾ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്ന അതേ മരുന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കൂ, ഒരു 30% വിലക്കുറവിൽ കിട്ടും, അതേ ബ്രാൻഡ് മരുന്ന്. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി സമയം ചെലവഴിച്ച് ബുദ്ധിപരമായിട്ട് ചെയ്താൽ നമുക്ക് സ്മാർട്ട് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പൊ ഈ സാറിനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭീമമായ വീഴ്ചയാണ്. അത് നമുക്ക് എപ്പോഴാ എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അനുഭവം തന്നെ പറഞ്ഞില്ലേ. ഞാൻ ഒക്ടോബറിൽ എനിക്ക് ക്ലീൻ ചിറ്റ് തന്നത് ഡോക്ടർ കാർഡിയോളജിസ്റ്റ്, എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട്. ജനുവരി 2 ഞാൻ ഒരു കാർഡിയാക്ക് ഈവന്റിൽ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ നമുക്ക് എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ സാറിന് ആ ഇൻഷുറൻസ് ഏതാ കവറേജ് ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഫോൺ നമ്പർ ഇമെയിലും കൊടുത്തിട്ടുണ്ട് സാറിന്, ഏത് സമയത്തും വിളിക്കാം. സാർ. ഓക്കെ സാർ. ഓക്കെ.